പപ്പേട്ടൻ പറഞ്ഞത് കൃഷിഭവനിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിൻ്റെ വിത്ത് സെലക്ട് ചെയ്യൽ തൊട്ട് ഇപ്പോൾ വിളവെടുപ്പ് വരെയുള്ളതിൽ ഒരുപാട് കൃഷി ഓഫീസറുണ്ട്. ഉള്ളൂരിലെ കൃഷി ഓഫീസർ സ്വപ്ന ഒക്കെ പറഞ്ഞു, സഹായത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ സബ്സിഡി ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞു. സാറിന് പക്ഷേ ഒരു മാതൃകാ തോട്ടം വേണമെന്നുള്ള ഒരു ആഗ്രഹം വന്ന് കൃഷിഭവനിൽ പറഞ്ഞു. നമ്മളത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു എന്താണ് കൃത്യത കൃഷി സംവിധാനം ഫാമിംഗ് ആണ്. അതെ, നമ്മളിവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് മൾച്ചിങ് ഉണ്ട്, റെഡ് ലേഡി പപ്പായയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു മാതൃകാ തോട്ടം തന്നെ ഇവിടെ തയ്യാറാക്കി. പിന്നെ ഇവിടുത്തെ സ്ഥലത്തിന് കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് മണ്ണിൻ്റെ pH ഒക്കെ റെഡ് ലേഡി പപ്പായക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവാൻ പാടില്ല, മണ്ണിൻ്റെ ഘടന, ഇതൊക്കെ അതെല്ലാം തുടക്കത്തിലേ പരിശോധിച്ചു. അതിന് വേണ്ട നടപടികളൊക്കെ മണ്ണൊരുക്കം മുതൽ സ്വീകരിച്ചുകൊണ്ട് അതിന് കുറച്ച് ഇത് അധികം ഉയർത്തിയാണ് ഇതിൻ്റെ പണകളൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വെള്ളക്കെട്ട് 3-4 ദിവസം തുടർച്ചയായി മഴ പെയ്താൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം തന്നെ കാര്യങ്ങളൊക്കെ മുൻകരുതലെടുത്തു. മണ്ണിൻ്റെ pH ഒക്കെ ക്രമീകരിച്ചു. അതുപോലെ തന്നെ ജോലിക്കാരുടെ അഭാവം, നമുക്കിപ്പം തൊഴിലാളികളുടെ വർദ്ധിച്ച കൂലി ചെലവ്, അതുപോലെ തന്നെ തൊഴിലാളികളെ കിട്ടാനേ ഇല്ല. പിന്നെ ഈ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം, ഇതൊക്കെ വളരെ വലിയ രീതിയിൽ കർഷകരെ ബാധിക്കുന്നുണ്ട്. പ്രശ്നമുണ്ട്. ഈ പപ്പായ കൃഷിയിൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് അത് പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളക്കെട്ട് പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു തോട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാതൃകാ തോട്ടം, ഇതൊരു മാതൃകാ തോട്ടമാണ്. എനിക്ക് ഇതുപോലെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു കർഷകന് എന്ത് സഹായമാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കർഷകന് ഏറ്റവും വേണ്ടതിന് വേണ്ട സാങ്കേതിക സഹായങ്ങളാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് കിട്ടിയിട്ടുണ്ടാവാം, കിട്ടിയിട്ടില്ലായിരിക്കാം. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തെ ആ ഒരു കൃഷിയിലേക്ക് കൊണ്ടുവരിക, അയാളെ മോട്ടിവേറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനുള്ള പ്രിക്കോഷൻസ് അപ്പോൾ തന്നെ നമ്മളത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൃഷിയിടത്തിൽ നമ്മൾ നിരന്തരമായിട്ട് വിസിറ്റ് ചെയ്ത് വേണം. ഞങ്ങൾ അങ്ങനെയാണ് ഉള്ളൂർ കൃഷിഭവനിലെ എല്ലാ തോട്ടങ്ങളിലും നമ്മളിങ്ങനെ മാതൃകാപരമായിട്ടോ കർഷകരെ നമ്മൾ നന്നായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ കൃഷിയുടെ സന്ദർശനം, എനിക്ക് തോന്നുന്നത് 7 മാസം 8 മാസം ആയിട്ടുണ്ട്. ഇവിടെ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും എല്ലാ ആഴ്ചയിലും ഞാൻ വരാറുണ്ട്. കാരണം മിക്ക ദിവസങ്ങളിലും സാറിനെ വിളിക്കാറുണ്ട്. വെള്ളം നനയ്ക്കാൻ പോലും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതെന്താണ് നമ്മൾ ഫെർട്ടിഗേഷൻ വഴി കൊടുക്കേണ്ട വളങ്ങളുടെ അളവുകൾ, മൈക്രോന്യൂട്രിയൻസ് കൊടുക്കണോ അതോ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസി സിംറ്റംസ് കണ്ടാൽ അതിന്, പിന്നെ പെസ്റ്റ് കൺട്രോൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആ സാങ്കേതിക സഹായങ്ങൾ കൃത്യമായിട്ടും കർഷകനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കൃഷി ലാഭകരമായിരിക്കും. കൃഷിഭവനെ സമീപിച്ചാൽ കർഷകന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പേടാ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ സബ്സിഡിയുടെ കാര്യം പറഞ്ഞു, അത് തീർച്ചയായിട്ടും കിട്ടും. അത് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. നമ്മളൊരു കർഷകന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്യോഗസ്ഥർ വരുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കിട്ടുന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൃഷിഭവനെ സമീപിച്ചാൽ മതി. അതെ, കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് എല്ലാ കൃഷിഭവനും അങ്ങനെയാണ് ചെയ്യുന്നത്. വിത്ത് വാങ്ങിയപ്പോ എല്ലാം മത്തങ്ങയായി തോന്നിയതെങ്കിലും ഇടയ്ക്ക് നീളൻ വരുന്നുണ്ട് അല്ലേ? ഉണ്ട്. നീളൻ മത്തനാണ്, പപ്പയാണ് നല്ലത്. ഡിമാൻഡ് കൂടുതലും അതിനാണ്. അത് വിത്തിൻ്റെ സെലക്ഷനിൽ പറ്റിയ കുഴപ്പമില്ല. പൊതുവിൽ വിത്ത് നല്ല സീഡ്സ് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോലും പറ്റുന്നില്ല. ഈ കാർഷിക സർവകലാശാലയിൽ ഈ പപ്പയ വിത്ത് ഇല്ല, റെഡ് ലേഡി ഇല്ല. അത് ഞാൻ അവിടെയാണ് തിരക്കിയത്. എന്തായാലും അപ്പോൾ ഒരു കൊല്ലം കൂടി ഭംഗിയായിട്ട് ഈ പപ്പായ തന്നെ നല്ലോണം വിളവ് തരട്ടെ. കൂടുതൽ സന്തോഷം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ഓരോ തവണയും ഇതുപോലെയുള്ള പപ്പായ നന്നായി പൊട്ടിച്ച് നല്ല സ്വാദോടുകൂടി കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും സ്വപ്നം. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.